ചരിത്രപ്രസിദ്ധമായ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി നിറവിൽ 75 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ കോളേജിൽ നടക്കുന്ന തലമുറകളുടെ മെഗാസംഗമം. വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും റീയൂണിയൻ ഓഫ് ലെഗസി എന്ന പേരിൽ ഒത്തുകൂടുമ്പോൾ ബദനിക്കുന്നിന് ഇത് ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷം. ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തിൽ കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാബ അധ്യക്ഷനാകും. അക്കാദമിക് മികവ്, സാമൂഹിക സാംസ്കാരിക സർഗാത്മക രംഗങ്ങളിലെ ഇടപെടൽ, അങ്ങനെ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അഭിമാനമാണ് ബദനിക്കുന്നിലെ 3 അക്ഷരം മാർ ഇവാനിയോസ് കോളേജ്. മാർ ഇവാനിയോസ് വിദ്യാനഗറിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച കലാലയം തിരുവനന്തപുരത്തിന്റെ തലപ്പൊക്കമാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖരെ വാർത്തെടുത്ത ഇവാനിയോസ് 75ാം വജ്ര ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ്. തറവാട്ടമ്മ എന്ന ഇവാനിയോസിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഗുരുശ്രേഷ്ഠന്മാരും സ്നേഹത്തോടെ വിളിക്കുന്ന, ഹൃദയത്തോട് ചേർക്കുന്ന കലാലയത്തിന് എത്രയോ തീക്ഷ്ണമായ അനുഭവ സാക്ഷ്യങ്ങൾ പറയാനുണ്ടാകും. പിന്നിട്ട വീഥികളിൽ മികവിന്റെ നേർസാക്ഷ്യവുമായി ഇവാനിയോസ് കുതിക്കുമ്പോൾ പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി അക്വയർ ചെയ്യാൻ തീരുമാനിച്ച സ്ഥലമായിരുന്നു ഇത്. സർ CP രാമസ്വാമി അയ്യർ ഈ ഭൂമിയാണ് SAT ഹോസ്പിറ്റലിന് വേണ്ടി, ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിന് വേണ്ടി ആദ്യം അക്വയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായി എന്ന് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവചരിത്രകാരൻ എന്നുള്ള നിലക്ക് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ വളരെ ബുദ്ധിമാനായ കൂർമ്മബുദ്ധിയായിരുന്ന മാർ ഇവാനിയോസ് തിരുമേനി ആണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥലം കൊട്ടാരത്തിന് കാണിച്ചു കൊടുത്ത് അത് കൂടുതൽ സ്യൂട്ടബിൾ ആണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയെ രക്ഷിച്ചെടുത്ത് ഇവിടെ മനോഹരമായ ഈ വിദ്യാലയം, ഈ കലാലയം രൂപമെടുക്കാൻ കാരണം എന്ന് ഞാൻ ഓർക്കുകയാണ്. എവിടെ ചെന്നാലും ഒരു മാർ ഇവാനിയോസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ കാണാൻ സാധിക്കും. ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും, ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നയാളാണ്, എവിടെ ചെന്നാലും ഒരാൾ ഓടി വരും, സാർ മാർ ഇവാനിയോസ് കോളേജിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആഹാ ഉണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. എന്നിട്ട് തിരിച്ചു വീണ്ടും പറയും, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. എന്നിട്ടൊന്ന് ചിരിക്കുകയും ചെയ്യും. അത് മതി ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. തിരിച്ചു പോകാൻ കഴിയുന്ന ചുരുക്കം ചില സ്ഥലങ്ങൾ ഒന്ന് മാത്രമാണ് ജീവിതത്തിൽ മാർ ഇവാനിയോസ് കോളേജ്. ഞാനിപ്പോഴും പ്രശാന്ത് അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കുകയാണ്. അവിടെയായിരുന്നു ആൻ്റണി പെൻ സാറിൻ്റെ റൂം, നമ്മൾ നേരെ നോക്കുന്ന സ്ഥലമായിട്ട്. 93 ഞാൻ വരുമ്പോൾ മാനേജ്മെൻറ്റ് ലിസ്റ്റിൽ ആയിരുന്നു എൻ്റെ അഡ്മിഷൻ. അപ്പോൾ വരുമ്പോഴേക്കും സാറിൻ്റെ മുഖഭാവവും എൻ്റെ മാർക്ക് ലിസ്റ്റും ഒക്കെ കണ്ട് അതിനുശേഷം അന്ന് ഈ പ്രവർത്തനം സുനിലെൻ്റെ സീനിയർ, ഞാൻ അതിലേക്ക് വരാം, പിന്നെ വരുന്നുണ്ട്. അപ്പോൾ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ സുനിലിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ചാനലുകളൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ പോയെന്ന് തോന്നുന്നു. അന്ന് സുനിൽ ചെയർമാനാവാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഒരുപാട് ഇതുവഴി ഞാനത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിക്കുകയാണ്. അന്ന് എനിക്കിപ്പോഴും സുനിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു. നികേഷ് സുനിലും കൂടെ 94 സുനിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു, നികേഷായിരുന്നു ഓപ്പോസിറ്റ്. അന്ന് ഞങ്ങളൊക്കെ തന്നെ ആവേശത്തോടെ സുനിലിനെ ജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ഒരു പരിശ്രമം നടത്തി നോക്കി. പക്ഷേ തലേദിവസം രാത്രിയൊക്കെ നടന്ന 1-2 നീക്കങ്ങൾ പെട്ട് സുനിൽ ഞാൻ പറയുന്നില്ല, സുനിൽ പരാജയപ്പെട്ടു. വലിയ വിഷമമുണ്ട്. ഇപ്പോഴും സുനിൽ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വൈദ്യുത ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടനം VK പ്രശാന്ത് MLA സാന്നിധ്യത്തിൽ കർദിനാൾ മാർ ക്ലിമിസ് കാതോലിക്ക ബാബ നിർവഹിച്ചു. നമ്മുടെ ഈ പ്ലാറ്റിനം ജൂബിലി നമ്മുടെ നഗരത്തിനും ഈ കലാലയത്തിനും പൊതു സംസ്കൃതിക്കും കൂടുതൽ നന്മയും ബന്ധവും വിഭാഗീയതയുടെ സ്ഥാനത്ത് സമന്വയത്തിൻ്റെ സംസ്കൃതി ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ സനാതന ധർമ്മം, ഭാരതീയമായ വിചാരവും ഭാരതീയ സംസ്കൃതിയും നമ്മെ ചേർത്ത് പിടിച്ച് അനുഗ്രഹകരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്.
75 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ഈ കോളേജിന് കഴിയട്ടെ. ഇവിടെ പഠിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ വിവിധ തലങ്ങളിലുണ്ട്. അവരുടെ പലരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. വിവിധ രംഗങ്ങളിൽ അവരെല്ലാം വളർന്നു വരുന്നതിന് ഈ കോളേജ് അടിത്തറയിട്ടു എന്നുള്ളത് ഏറ്റവും വാസ്തവമായ ഒരു കാര്യമാണ്. കോളേജിന്റെ 75 വർഷത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന എക്സിബിഷൻ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും അമിക്കോസ് പ്രസിഡന്റുമായ കെ ജയകുമാർ IAS ഉദ്ഘാടനം ചെയ്തു. കോളേജിൻ്റെ ചരിത്രവും ചൈതന്യവും സ്വാംശീകരിക്കുന്നതിന് വളരെ സഹായകരമായ ഒരു എക്സിബിഷനിൽ ഇവിടെ വന്ന് കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഇടയായി എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ മഹാകലാലയത്തിൻ്റെ ആവിർഭാവം മുതൽ ഇന്നുവരെയുള്ള ചരിത്രം, അതിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സകല മേഖലകളെയും സ്പർശിക്കുന്ന, സ്വാധീനിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങൾ, ഇവയെല്ലാം ചേർത്തുകൊണ്ട് അതിമനോഹരമായി ഈ എക്സിബിഷൻ ഇവിടെ ക്രമീകരിച്ച മാർ ഇവാനിയോസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, അമീക്കോസിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. വജ്രജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ MLAയും ഫ്ലാഗ് ഓഫ് ചെയ്തു. മാർ ഇവാനിയോസ് കോളേജിലെ വിദ്യാർത്ഥിനിയായി, ഇവിടുത്തെ അധ്യാപികയായി, ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പലായാണ് ഞാൻ ഇവിടുന്ന് വിരമിക്കുന്നത്. അതിനു മുമ്പല്ല എൻ്റെ പപ്പായുടെ ജനറേഷൻ, എൻ്റെ പപ്പായും ഇതേ വഴികളിൽ തന്നെ മാർ ഇവാനിയോസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മാർ ഇവാനിയോസ് ക്യാമ്പസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഈ അമിക്കോസ് എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. ഒരു വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ കിടക്കുന്ന പ്രസ്ഥാനമാണ് ഇത്. പിന്നെ ലോകത്തിലെ ഒരുപക്ഷെ വേൾഡ് ബാങ്ക് മുതൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഇവിടം വരെ ഇവിടെ ചെന്നാലും നമ്മൾ അമിക്കോസ് കാണാൻ പോകും. പണ്ട് കാശ്മീരിൽ വിടരുന്ന ചുവന്ന പുഷ്പങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ആ ചുവന്ന പുഷ്പങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. 1949 വെറിറ്റാസ് വോ ലിബറബിറ്റ് എന്ന ലാറ്റിൻ സെൻറ്റൻസ്, അതായത് ട്രൂത്ത് ഷാൽ ലിബറേറ്റ് യു എന്നുള്ള ആപ്തവാക്യത്തോടുകൂടി 1949 അഭിവന്യ മാർ ഇവാനിയോസ് തിരുമേനി തുടക്കം കുറിച്ച ഒരു മഹത്തായ കലാലയമാണിത്. മാർ ഇവാനിയോസ് തിരുമേനി ഇവിടെ ഏകദേശം ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. ഈ വലിയ കെട്ടിടം ബിൽഡിംഗ് പണിതുകൊണ്ടിരുന്നപ്പോൾ അവിടെ പള്ളിയുണ്ട്, അവിടെയും വന്നിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് പള്ളിയില്ലായിരുന്നു, അന്ന് വേറൊരു പാറ മാത്രമേ ഉള്ളായിരുന്നു. ആ പാറയുടെ മുകളിലിരുന്ന് തിരുമേനി ഈ കെട്ടിടം പണിയുന്നത് ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാർ ഇവാനിയോസ് കോളേജിൽ പഠിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവിടെ. അമിക്കോസിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ ജഗദീഷ് നന്ദുലാൽ, പാട്ടുകാരൻ സൂരജ് സന്തോഷ്, ജി വേണുഗോപാൽ, അഭിതു പ്രതാപ്, ജാസി ഗിഫ്റ്റ്, അങ്ങനെ തുടങ്ങിയ വളരെ ഒരു നീണ്ട നിര ഇവിടെ പഠിച്ചവരുണ്ട്. അവരുടെ എല്ലാം വലിയൊരു സംഗമം ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കും. ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഞാൻ സൗദിയിലാണ് ഇപ്പോൾ സെറ്റിൽഡ്, ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ജൂഡിൻ ചേട്ടൻ ഇപ്പോൾ ദുബായിലാണ്. അവിടെ ഇതിനു വേണ്ടി മാത്രം അവിടെ നിന്ന് ദുബായിൽ നിന്ന് വന്ന് ഇവിടെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഇപ്പോൾ ഈ ആഘോഷങ്ങൾ വിജയകരമാക്കാൻ ഉള്ള ബന്ധപ്പാടിലാണ്. എനിവേസ്, എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഈ ആഘോഷങ്ങൾ ഭംഗിയാക്കാം. മാർ ഇവാനിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നതിലുപരി ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നൊരു നിമിഷമാണിത്. മറ്റ് കോളേജുകളിൽ പഠിച്ചതിന് ശേഷം മാർ ഇവാനിയോസ് കോളേജിലേക്ക് പഠിക്കാനായി വന്നയാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം വളരെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. പ്രത്യേകിച്ച് വളരെ പ്രകടമായ വ്യത്യാസം, ഗുരു ശിഷ്യ ബന്ധത്തിലുള്ള വ്യത്യാസം അനുഭവിച്ചറിഞ്ഞയാളാണ് ഞാൻ. ഓഗസ്റ്റ് 2-3 തീയതികളിൽ റീയൂണിയൻ ഓഫ് ലെഗസി എന്ന പേരിൽ കോളേജിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും വീണ്ടും കലാലയമുറ്റത്തെത്തും. ക്ലാസ് മുറികളിൽ ഒത്തുചേരും. അധ്യാപകർ സ്വന്തം ക്ലാസുകളിൽ ക്ലാസുകൾ എടുക്കും. ക്ലാസ്സിൽ കയറാത്തവരെ അധ്യാപകർ വിരട്ടി വീണ്ടും ക്ലാസ്സിലെത്തിക്കും. പഞ്ചാരമുക്കിലെ സ്ഥിരം ഹാജരുകാർക്കെതിരെ പരാതികളുമായി വിദ്യാർത്ഥികൾ അധ്യാപകരുടെ അടുത്തേക്ക് ഓടിയെത്തും. പിന്നീട് പരാതിയിൽ നടപടി നേരിട്ട പഞ്ചാരക്കാരനും പരാതിക്കാരിയും കുറച്ചുനേരം കഴിയുമ്പോൾ ക്യാൻറ്റീനിൽ ഒരുമിച്ചുള്ള ചായ കുടിക്കാരാകും. കയ്പും മധുരവും
മധുരവും നിറഞ്ഞ ജീവിതയാത്രകൾ പങ്കിട്ട് അവർ വീണ്ടും എത്തും. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ ആഘോഷത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കും. തീർന്നില്ല, ആഘോഷം ഇനിയുമുണ്ട്. ക്യാമ്പസിൽ വീണ്ടും വിദ്യാർത്ഥി ഐക്യത്തിന്റെ മുദ്രാവാക്യം വിളിയുയരും. കൊമ്പുകോർത്ത് ഏറ്റുമുട്ടിയവർ കാലാനന്തരം അടുത്ത ചങ്ങാതിമാരായി മാറിയതിന്റെയും പാർട്ടി മാറ്റത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും രസമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കും. ഓഗസ്റ്റ് 2-നും 3-നും പാട്ടും നൃത്തവുമായി റാമ്പിലെ ചുവടുകളും DJയും ഒക്കെയായി മറ്റൊരു ലോകമായി മാറും ഇവാനിയോസ് തിരുമുറ്റം. അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ പുനരാവിഷ്കാരം കൂടിയാകും റീയൂണിയൻ ഓഫ് ലെഗസി എന്നുറപ്പ്. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസിലെ 6000-ഓളം പേർ റീയൂണിയന്റെ ഭാഗമാകും. ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരം നാലാഞ്ചിറയിലെ മാർവാനിസ് കോളേജിൽ നിന്ന് അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.